നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായുള്ള ഓഫ് സ്റ്റേജ് പദ്യം ചൊല്ലൽ മത്സരങ്ങൾ കൊടകരയിലെ വിവിധ വിദ്യാലയങ്ങളിലായി നടന്നു. MLAയുടെ വാഹനം തടഞ്ഞ കാട്ടാനക്കൂട്ടം. ചാലക്കുടി MLA സനീഷ് കുമാർ, KPCC സെക്രട്ടറി A പ്രസാദ് എന്നിവർ സഞ്ചരിച്ച വാഹനമാണ് കാട്ടാനക്കൂട്ടം തടഞ്ഞിട്ടത്. കാർഷിക ആവശ്യത്തിനായി പീച്ചി ഡാമിൽ നിന്നും കനാലിലൂടെ വെള്ളം തുറന്നുവിടാൻ തീരുമാനം. കനാൽ പരിസരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ. പുതുക്കാട് സെന്ററിൽ കാറിടിച്ച് ചെങ്ങാലൂർ സ്വദേശിക്ക് പരിക്കേറ്റു. പൂവത്തുകാരൻ ഷിബുവിനാണ് പരിക്കേറ്റത്. വരന്തരപ്പള്ളി പഞ്ചായത്തിൽ പുതിയതായി നിർമ്മിക്കുന്ന കുണ്ടായി ഹെൽത്ത് സബ് സെന്ററിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ആനന്ദപുരം ഗവൺമെന്റ് UP സ്കൂളിലെ കിച്ചൺ കം സ്റ്റോറിന്റെ ഉദ്ഘാടനം മന്ത്രി R ബിന്ദു നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ചാലക്കുടി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായുള്ള ഓഫ് സ്റ്റേജ് പദ്യം ചൊല്ലൽ മത്സരങ്ങൾ കൊടകരയിലെ വിവിധ വിദ്യാലയങ്ങളിലായി നടന്നു. ഉപജില്ലയിലെ 85 വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു. കൊടകര GHS സ്കൂൾ, GNBH സ്കൂൾ, GLP സ്കൂൾ, സെന്റ് ഡോൺ ബോസ്കോ സ്കൂൾ, GGH സ്കൂൾ എന്നിവിടങ്ങളിലായാണ് കലോത്സവം നടത്തുന്നത്. ഈ മാസം 21 വരെ നീളുന്ന കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ചൊവ്വാഴ്ച രാവിലെ കൊടകര GLP സ്കൂളിൽ ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്യും. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിക്കും. നടി ശ്രീഷ്മ ചന്ദ്രൻ മുഖ്യ അതിഥിയാകും. നവംബർ 21 വൈകിട്ട് 5-ന് കൊടകര GLP സ്കൂളിൽ നടക്കുന്ന സമാപന സമ്മേളനം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിക്കും. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ സമ്മാനദാനം നിർവഹിക്കും. വേളിപ്പെട്ട സമയത്ത് ഹാബിബുള്ള സ്വഹാബുരും വേഗത്തിൽ തുളുതീര വീരക്കും പോതിൽ കാർഷിക ആവശ്യത്തിനായി പീച്ചി ഡാം റിസർവോയറിൽ നിന്നും കനാലിലൂടെ വെള്ളം തുറന്നുവിടാൻ തീരുമാനം. പ്രോജക്ട് അഡ്വൈസറി കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് വെള്ളം തുറന്നുവിടുന്നത്. നവംബർ 20-ന് രാവിലെ 6:30 മുതൽ ഇടതുകര കനാലിലൂടെയും 21-ന് രാവിലെ 6:30 മുതൽ വലതുകര കനാലിലൂടെയും വെള്ളം തുറന്നുവിടും. കനാൽ പരിസരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. പുതുക്കാട് സെന്ററിൽ കാറിടിച്ച് ചെങ്ങാലൂർ സ്വദേശിക്ക് പരിക്കേറ്റു. പുതുക്കാട് സെന്ററിൽ കാറിടിച്ച് ചെങ്ങാലൂർ സ്വദേശിക്ക് പരിക്കേറ്റു. പൂവാത്തുകാരൻ വീട്ടിൽ 49 വയസ്സുള്ള ഷിബുവിനാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു സംഭവം. പുതുക്കാട് സിഗ്നൽ ജംഗ്ഷനിൽ ദേശീയപാത മുറിച്ചു കടന്ന ഷിബുവിനെ ചാലക്കുടി ഭാഗത്തു നിന്ന് വന്ന കാർ ഇടിക്കുകയായിരുന്നു. റോഡിൽ അബോധാവസ്ഥയിൽ കിടന്ന ഇയാളെ നാട്ടുകാർ ചേർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. MLAയുടെ വാഹനം തടഞ്ഞ കാട്ടാനക്കൂട്ടം. ചാലക്കുടി MLA സനീഷ് കുമാർ, KPCC സെക്രട്ടറി A പ്രസാദ് എന്നിവർ സഞ്ചരിച്ച വാഹനമാണ് കാട്ടാനക്കൂട്ടം തടഞ്ഞിട്ടത്. മലക്കപ്പാറ വാഴച്ചാൽ റൂട്ടിൽ ഞായറാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. 1 മണിക്കൂറോളം റോഡിൽ നിലയുറപ്പിച്ച ശേഷമാണ് കാട്ടാനക്കൂട്ടം തിരികെ കാട് കയറിയത്. വരന്തരപ്പള്ളി പഞ്ചായത്തിൽ പുതിയതായി നിർമ്മിക്കുന്ന കുണ്ടായി ഹെൽത്ത് സബ് സെന്ററിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് വിശിഷ്ടാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം EK സദാശിവൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ബനസീർ മൊയ്തീൻ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പ്രസംഗിച്ചു. ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ നിർമ്മാണത്തിനായി 9-ാം വാർഡിലെ പരുന്തുംപാറയിൽ സൗജന്യമായി ഭൂമി നൽകിയ വണ്ടിക്കൻ വീട്ടിൽ BVയെ ചടങ്ങിൽ MLA KK രാമചന്ദ്രൻ ആദരിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹെൽത്ത് ഗ്രാന്റിൽ നിന്നും 55 ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മാണം. പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ 1.5 മണിക്ക് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ മീറ്റിംഗ് നടത്തുന്നുണ്ട്. മണ്ഡലത്തിൽ എല്ലാ മേഖലയിലും നടത്തുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ മണ്ഡലത്തിൽ ഓരോ നടത്തുന്നു. ആനന്ദപുരം ഗവൺമെന്റ് UP സ്കൂളിലെ കിച്ചൺ കം സ്റ്റോറിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു നിർവഹിച്ചു.
മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റ്ലപ്പിള്ളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിതാ ബാലൻ, മുരിയാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KU വിജയൻ, ഇരിങ്ങാലക്കുട ഉപജില്ല നൂൺ മീൽ ഓഫീസർ മുരളി, PTA പ്രസിഡന്റ് AS സുനിൽകുമാർ, MPTA പ്രസിഡന്റ് ഷീബ ജയൻ, SMC ചെയർമാൻ AT നിരൂപ്, പ്രധാനാധ്യാപിക ET ബീന, PTA വൈസ് പ്രസിഡന്റ് സിജി പ്രദീപ് എന്നിവർ സന്നിഹിതരായി. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ മാറിയ ഭക്ഷണ രീതികളിലെ അപകടങ്ങളെ സംബന്ധിച്ച് കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പള്ളിക്കുന്ന് സബ് സെന്ററിലെ സ്റ്റാഫ് നഴ്സ് രമ്യ പ്രതീഷ് ക്ലാസ് നയിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ K രമാദേവി അധ്യക്ഷത വഹിച്ചു. അധ്യാപികമാരായ KC ശരണ്യ, CB സുലോചന, MS രമ്യ എന്നിവർ പ്രസംഗിച്ചു. I think Ashwani is very proudly and very happily sitting there. His mother is going to handle the class. നമുക്ക് ആവശ്യമില്ലാത്ത സാധനം അല്ലെങ്കിൽ യൂസ് അല്ലാത്ത സാധനം ഈ സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ബർത്തിന്റെ മുകളിലേക്ക് ഇടും അല്ലേ? ബർത്തിന്റെ മുകളിലൊക്കെ വെക്കണമെന്നുണ്ടോ? അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത റൂമിൽ നമ്മൾ പൂട്ടിയിടുന്നുണ്ടോ? ആംബുലൻസിന്റെ യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിച്ച കാർ ഡ്രൈവറുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തു. ആംബുലൻസിന്റെ യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിച്ച കാർ ഡ്രൈവറുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തു. ഈ മാസം 7-ാം തീയതിയാണ് പെരുമ്പിലാവിന് സമീപം ആംബുലൻസിന്റെ മുൻപിൽ അപകടകരമായി കാർ ഓടിച്ച് തടസ്സം സൃഷ്ടിച്ചത്. ഈ വാർത്ത സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു. വിവരം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ വാഹന പരിശോധന നടത്തി വാഹന ഉടമയിൽ നിന്നും ഡ്രൈവറിൽ നിന്നും വിശദീകരണം തേടി. ഗുരുതരമായ നിയമലംഘനം ബോധ്യപ്പെട്ടതിനാൽ വടക്കാഞ്ചേരി സ്വദേശിയായ ഡ്രൈവറുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. എടപ്പാൾ ഡ്രൈവർ ട്രെയിനിംഗ് സെന്ററിൽ കറക്റ്റീവ് ഡ്രൈവിംഗ് ട്രെയിനിംഗ് കോഴ്സ് പൂർത്തീകരിച്ച സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ഡ്രൈവർക്ക് നിർദ്ദേശം നൽകി. അപകടകരമായി വാഹനം ഓടിക്കുന്നവർക്കെതിരെയും ഗുരുതരമായ നിയമലംഘനം നടത്തുന്നവർക്കെതിരെയും ലൈസൻസ് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് എൻഫോഴ്സ്മെന്റ് RTO അറിയിച്ചു. ജില്ലയിൽ മോട്ടോർ വാഹന വകുപ്പ് സ്റ്റേറ്റ് കാരേജ് വാഹനങ്ങളുടെ പ്രത്യേക പരിശോധന നടത്തി. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി. അമിതമായ ശബ്ദം പുറപ്പെടുവിക്കുന്ന എയർ ഹോണുകളുടെ ഉപയോഗം, സ്വകാര്യ ബസ്സുകളുടെ ട്രിപ്പുകൾ സംബന്ധിച്ചും അനധികൃത ലൈറ്റുകളുടെ ഉപയോഗം, ബസ് ജീവനക്കാരുടെ യൂണിഫോം, നെയിം ബാഡ്ജ് എന്നിവ സംബന്ധിച്ചുമായിരുന്നു പരിശോധന. തൃശൂരിൽ CPI ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ ഗുണ്ടാക്രമണം. CPI കുറുമ്പിലാവ് ലോക്കൽ കമ്മിറ്റി ഓഫീസിനു നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഓഫീസിന്റെ ജനൽപ്പാളികളും മുൻവശത്തെ വാതിലും ഫർണിച്ചറുകളും കൊടിമരവും ഗുണ്ടാ സംഘം അടിച്ചു തകർത്തു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. 3 അംഗ സംഘമാണ് ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് ഓഫീസ് തല്ലി തകർത്തത്. പഴുവിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് PA ദേവിദാസന്റെ വീടിന് നേരെയും ആക്രമണമുണ്ടായി. വീടിന്റെ മുൻവശത്തെ വാതിൽ ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ച് കേടുവരുത്തി. വീടിന് മുന്നിലുണ്ടായിരുന്ന 2 ബൈക്കുകളും അടിച്ച് നാശമുണ്ടാക്കിയിട്ടുണ്ട്. ഈ സംഘം ദേവസ്വം ഓഫീസിലെത്തി വാൾവീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഭീഷണി മുഴക്കിയതായും പറയുന്നു. 2 ദിവസം മുൻപ് PA ദേവിദാസിന്റെ വീട് ഇതേ സംഘം ആക്രമിച്ചിരുന്നു. ക്ഷേത്രം ഉപദേശക സമിതി അംഗവും CPI കുറുമ്പിലാവ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ AB ജയപ്രകാശിന്റെ വീടിന് നേരെയും അന്ന് ആക്രമണമുണ്ടായി. പഴുവിൽ ക്ഷേത്രത്തിലെ ഷഷ്ടി ആഘോഷത്തിനിടെ ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തിരുന്നു. ഇതിൽ പ്രതിയായ യുവാവ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്യുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് തുടർച്ചയായി ആക്രമണം ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നു. സംഭവമറിഞ്ഞ് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, VS സുനിൽകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഓഫീസ് സന്ദർശിച്ചു. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ആരോപിച്ചു. പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെയാണ് ഈ കിടന്നാക്രമണം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് നടന്ന ഷഷ്ടി ഉത്സവവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായ വഴക്കിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് ഇത് എത്തിച്ചിട്ടുള്ളത്. സംഭവത്തെ തുടർന്ന് അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി. നേരത്തെ വീടാക്രമണ കേസിൽ പോലീസ് കേസെടുത്തെങ്കിലും പ്രതികളെ പിടികൂടിയിരുന്നില്ല. എറണാകുളത്ത് സംഘടിപ്പിച്ച ദാനു കൃഷ്ണദാസിന്റെ സൂപ്പർ മോഡൽ ജൂനിയർ എന്ന നാഷണൽ പേജന്റിൽ ഇൻ ടൈറ്റിൽ വിന്നർ, ബെസ്റ്റ് ക്യാറ്റ് വാക്ക് എന്നീ ടൈറ്റിലുകൾക്ക് അർഹയായി 5ാം ക്ലാസ് വിദ്യാർത്ഥിനി ക്യാരൻ ഏണസ്റ്റ്. 10 മുതൽ 13 വയസ്സുവരെയുള്ള കുട്ടികളുടെ വിഭാഗത്തിലാണ് ക്യാരൻ മത്സരിച്ച് വിജയിച്ചത്. കൊറിയോഗ്രാഫറും ഗ്രൂമറുമായ ദാനു കൃഷ്ണ DFFന്റെ ബാനറിൽ നടത്തിയ ആദ്യത്തെ ഷോയാണ് സൂപ്പർ മോഡൽ ജൂനിയർ. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള നിരവധി ഫാഷൻ കോമ്പറ്റീഷനുകളിൽ വിജയിയാണ് ക്യാരൻ. മണ്ണുത്തി കൈലാസനാഥ വിദ്യാനികേതൻ സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ക്യാരൻ തലോർ അഫാദ് ടെക്നോളജീസ് ഉടമ ഏണസ്റ്റിന്റെയും രമ്യയുടെയും മകളാണ്. ഇലോൺ ഏണസ്റ്റ് സഹോദരനാണ്.
ഗുണമേന്മയിലും രുചിയിലും ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ രുചിയുടെ വൈവിധ്യങ്ങൾ കൊണ്ട് നിറച്ച പാറപ്പുറം കാറ്ററിംഗ് സർവീസിന്റെ ഓഫീസ് ഉദ്ഘാടനം ചിറ്റിശ്ശേരി കുന്നിശ്ശേരി ഹെൽത്ത് സെന്ററിന് സമീപം ചൊവ്വാഴ്ച നടക്കും. രാവിലെ 10:30 ചിറ്റിശ്ശേരി പള്ളി വികാരി ഫാദർ വർഗീസ് കാഞ്ഞിരത്തിങ്കൽ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിക്കും. വാഹന അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വരന്തരപ്പള്ളി പള്ളിക്കുന്ന് സ്വദേശി മഞ്ഞളി വീട്ടിൽ ചാക്കുണ്ണി മകൻ 28 വയസ്സുള്ള MC ജോണിന്റെ തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ പണം സ്വരൂപിക്കുന്നതിനായി ജോൺ ചാക്കോ ചികിത്സാ സഹായ നിധി രൂപീകരിച്ചു. ഈ മാസം 12-ന് കാളക്കല്ല് വെച്ചുണ്ടായ വാഹന അപകടത്തിലാണ് ജോണിന് പരിക്കേറ്റത്. രക്ഷാധികാരിയായി ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ, ചെയർമാനായി ജോജോ പിണ്ടിയാൻ, കൺവീനറായി ജോൺ തുലാപ്പറമ്പിൽ, പ്രിൻസ് ഫ്രാൻസിസ് എന്നിവർ ഭാരവാഹികളായാണ് ചികിത്സാ സഹായ നിധി രൂപീകരിച്ചത്. വരന്തരപ്പള്ളി പഞ്ചായത്ത് വനിതാ സഹകരണ സംഘത്തിൽ ജോൺ ചാക്കോ ചികിത്സാ സഹായ നിധി എന്ന പേരിൽ ബാങ്ക് അക്കൌണ്ട് രൂപീകരിച്ചിട്ടുണ്ട്. ഉദാരമതികൾ സഹകരണ ബാങ്കിലെ 10000100081337 എന്ന അക്കൌണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ ചെയ്യുക. IFSC കോഡ് ICIC 000003. പടവലങ്ങയ്ക്ക് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട്. നമ്മളെ ദിനം പ്രതി അലട്ടുന്ന പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് ഈ പച്ചക്കറി. റിപ്പോർട്ട് കാണാം. ചൂടുകാലത്ത് ശരീരത്തിന്റെ ഈർപ്പം നിലനിർത്താൻ സഹായിക്കും. ഇവയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. പടവലങ്ങ ജ്യൂസ് കുടിക്കുന്നത് അമിത ഭക്ഷണം ഇല്ലാതാക്കുന്നതിന് സഹായിക്കും. പനിയുള്ളപ്പോഴും ശേഷവുമുള്ള അസ്വസ്ഥതകളെ ചെറുക്കാനും ഇവ സഹായിക്കുന്നു. കറികളിലും മറ്റും കൂടുതലായി പടവലങ്ങ ഉൾപ്പെടുത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പടവലങ്ങയുടെ ആന്റിബയോട്ടിക് ഗുണങ്ങൾ ശരീരത്തിന്റെ സമ്പൂർണ്ണ ആരോഗ്യത്തിന് ഉത്തമമാണ്. ഈ ഗുണങ്ങളുള്ളതിനാൽ പടവലങ്ങ കഴിക്കുന്നത് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഉപകരിക്കും. വൈറസിൽ നിന്നും ബാക്ടീരിയകളിൽ നിന്നും ശരീരത്തെ രക്ഷിക്കുന്നു. പടവലങ്ങയിലെ ജലാംശം ശരീരത്തിന് തണുപ്പും കുളിർമയും നൽകുന്നു. വിറ്റാമിൻ C ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ ചർമ്മ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും പടവലങ്ങ ഉത്തമമാണ്. അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും ചർമ്മത്തെ സംരക്ഷിക്കുന്നു. മലബന്ധം ഒഴിവാക്കാനുള്ള കഴിവ് പടവലങ്ങയ്ക്കുണ്ട്. ശരീരത്തിൽ നിന്ന് നീര് കുറയ്ക്കാൻ സഹായിക്കുമെന്നതിനാൽ മൂത്രവിസർജനത്തിന്റെ തോത് സുഗമമാക്കാനും പടവലങ്ങ കഴിക്കുന്നത് നല്ലതാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ ക്രമീകരിക്കുന്നതിലും ഇവ വലിയ പങ്ക് വഹിക്കുന്നു. പടവലങ്ങ ഒരു വിഷഹാരി കൂടിയാണ്. വിഷാംശത്തെ പുറന്തള്ളി ശരീരത്തെ ക്ലീൻ ചെയ്യാൻ പടവലങ്ങ സഹായിക്കുന്നു. പ്രമേഹത്തിന്റെ ശത്രുവാണ് പടവലങ്ങ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പ്രമേഹം തടയാൻ പടവലങ്ങ സഹായിക്കും. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ ക്രമീകരിക്കുന്നു. പ്രമേഹം എന്ന അവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിന് ഏറ്റവും മികച്ച ഒന്നാണ് പടവലങ്ങ. കലോറി വളരെ കുറഞ്ഞതും ഫൈബറുകൾ ധാരാളം അടങ്ങിയിട്ടുമുള്ള പടവലങ്ങ ശരീരഭാരം കുറയ്ക്കാൻ വളരെ ഉത്തമമാണ്. പടവലങ്ങ നീര് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ചു നോക്കൂ. പിന്നെ താരൻ ശല്യം ഉണ്ടാകില്ല. തലയോട്ടിയിൽ നല്ല ഒരു മോയിസ്ചറൈസറായി പ്രവർത്തിക്കാൻ പടവലങ്ങ നീരിന് സാധിക്കും. ആരോഗ്യ ഗുണങ്ങളാണ് പടവലങ്ങയിൽ ഉള്ളത്. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. കേരള വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന തൃശൂർ ജില്ലാ അദാലത്ത് നവംബർ 19 നടക്കും. തൃശൂർ ടൗൺ ഹാളിൽ രാവിലെ 10 ആരംഭിക്കുന്ന അദാലത്തിൽ പുതിയ പരാതികളും സ്വീകരിക്കും. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി വകുപ്പിൽ ICMR പദ്ധതിയുടെ കീഴിലുള്ള MRI വിഭാഗത്തിലേക്ക് ലാബ് ടെക്നീഷ്യൻ, ഡാറ്റ മാനേജർ എന്നീ തസ്തികകളിൽ 1 വർഷത്തേക്ക് നിശ്ചിത വേതനത്തിൽ കരാർ നിയമനം നടത്തുന്നു. MLT ബിരുദവും ബാക്ടീരിയോളജി ലാബിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയവും പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷനും ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ വയസ്സ്, യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന രേഖകളുടെ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം നവംബർ 22 രാവിലെ 10 മണിക്ക് തൃശൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെ കാര്യാലയത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകേണ്ടതാണ്. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 048722000310. സ്വർണവില. സ്വർണം ഗ്രാമിന് 6995 രൂപ, പവന് 55,960 രൂപ. പാഴായി കൊട്ടുക്കൽ വാസു അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതയായ ശാന്തകുമാരിയാണ് ഭാര്യ. ലീന, ജിനൻ, പരേതയായ സീന എന്നിവർ മക്കളും. വേണുഗോപാൽ, ഗോപിനാഥൻ, അപർണ എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് കണ്ണമ്പത്തൂർ പടിയപ്പറമ്പിൽ വേലായുധൻ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. തങ്കമണിയാണ് ഭാര്യ. സജീവൻ, സജിത, സതീശൻ, ദിനേശ് എന്നിവർ മക്കളും. ബിന്ദു, സജീവൻ, ദിനേശൻ, അനീഷ എന്നിവർ മരുമക്കളുമാണ്.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായുള്ള ഓഫ് സ്റ്റേജ് പദ്യം ചൊല്ലൽ മത്സരങ്ങൾ കൊടകരയിലെ വിവിധ വിദ്യാലയങ്ങളിലായി നടന്നു. MLAയുടെ വാഹനം തടഞ്ഞ് കാട്ടാനക്കൂട്ടം. ചാലക്കുടി MLA സനീഷ് കുമാർ, KPCC സെക്രട്ടറി A പ്രസാദ് എന്നിവർ സഞ്ചരിച്ച വാഹനമാണ് കാട്ടാനക്കൂട്ടം തടഞ്ഞിട്ടത്. കാർഷിക ആവശ്യത്തിനായി പീച്ചി ഡാമിൽ നിന്നും കനാലിലൂടെ വെള്ളം തുറന്നുവിടാൻ തീരുമാനം. കനാൽ പരിസരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ. പുതുക്കാട് സെന്ററിൽ കാറിടിച്ച് ചെങ്ങാലൂർ സ്വദേശിക്ക് പരിക്കേറ്റു. പൂവത്തുകാരൻ ഷിബുവിനാണ് പരിക്കേറ്റത്. വരന്തരപ്പള്ളി പഞ്ചായത്തിൽ പുതിയതായി നിർമ്മിക്കുന്ന കുണ്ടായി ഹെൽത്ത് സബ് സെന്ററിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ആനന്ദപുരം ഗവൺമെന്റ് UP സ്കൂളിലെ കിച്ചൺ കം സ്റ്റോറിന്റെ ഉദ്ഘാടനം മന്ത്രി R ബിന്ദു നിർവഹിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.